ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്ന ചാപ്റ്ററിലെ മൂന്നാമത്തെ ക്ലാസ് ആണ് ഇപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞത് സാമ്പത്തിക രംഗത്ത് ഇക്കണോമിക് സെക്ടറിൽ ഇന്ത്യ കൈവരിച്ചിട്ടുള്ള ഓരോരോ നേട്ടങ്ങളാണ്. നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സ് പിന്നെ എടുത്തു, അതിന്റെ ഭാഗമായിട്ട് എങ്ങനെയൊക്കെ നമുക്ക് വളർച്ച ഉണ്ടായി എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ്. ഇത്രയും കാര്യങ്ങൾ. അതേപോലെ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ്, വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ നമ്മൾ സ്ഥാപിച്ചിട്ടുള്ള അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അച്ചീവ്മെന്റ്സ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി. ഓക്കെ, സയൻസ് ആൻഡ് ടെക്നോളജി, ശാസ്ത്ര രംഗത്തും അതേപോലെ സാങ്കേതിക രംഗത്തും നമ്മൾ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ. നമ്മൾ എന്ന് പറയുമ്പോൾ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ, സ്വാതന്ത്ര്യം കിട്ടിയ ശേഷമുള്ള നമ്മുടെ രാജ്യം, നമ്മുടെ ഇന്ത്യ, സയൻസിന്റെ അഥവാ ശാസ്ത്രത്തിന്റെ മേഖലയിലും അതേപോലെ ടെക്നോളജി സാങ്കേതിക രംഗത്തും എന്തൊക്കെ നേട്ടങ്ങളാണ് കൈവരിച്ചത്, അതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞു തുടങ്ങുന്നത്. സോ ലിസൺ. ഇൻഡിപെൻഡന്റ് ഇന്ത്യ മെയ്ഡ് റിമാർക്കബിൾ അച്ചീവ്മെന്റ്സ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി. എല്ലാ മേഖലയിലും എന്ന പോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കാര്യത്തിലും എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ശ്രദ്ധേയമായിട്ടുള്ള നേട്ടങ്ങൾ, പുരോഗതികൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. ടെക്നോളജി ആൻഡ് ടെക്നോക്രാറ്റ്സ് ഹാവ് പ്ലേഡ് എ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ ഹർ ഡെവലപ്മെന്റ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി. ടെക്നോളജി ആൻഡ് ടെക്നോക്രാറ്റ്സ് അങ്ങനെ വെച്ചാൽ എന്താ? സാങ്കേതിക വിദ്യയും അതേപോലെ സാങ്കേതിക വിദഗ്ധരും, അതാ ഉദ്ദേശിക്കുന്നത്. സോ ടെക്നോളജി ആൻഡ് ടെക്നോക്രാറ്റ്സ് ഹാവ് പ്ലേഡ് എ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ ഹർ ഡെവലപ്മെന്റ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി. ഇൻ ഹെർ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഈ ഹെർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ രാജ്യമാണ്, ഇന്ത്യ രാജ്യമാണ്. അപ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ, നമ്മുടെ രാജ്യത്തിന്റെ കാർഷിക രംഗത്തിന്റെയും അതേപോലെ ഇൻഡസ്ട്രി വ്യാവസായിക രംഗത്തിന്റെയും, അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി കാർഷിക മേഖലയുടെയും വ്യാവസായിക മേഖലയുടെയും വളർച്ചയ്ക്ക് പിന്നിൽ ഒരു വലിയ പങ്ക് എന്ത് വഹിച്ചിട്ടുണ്ട്? സാങ്കേതിക വിദ്യയും സാങ്കേതിക വിദഗ്ധരും വഹിച്ചിട്ടുണ്ട്. അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ജവഹർലാൽ നെഹ്റു, നമ്മൾ എല്ലാ സ്ഥലത്തും പറഞ്ഞതുപോലെ ഇവിടെയും നമ്മൾ നെഹ്റുവിന്റെ പേര് പറയുന്നു. അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ജവഹർലാൽ നെഹ്റു, an ardent fan of modern science and technology, India made great achievements in science and technology and established several research institutions for the development of science and technology. ശ്രദ്ധിക്കണം, നെഹ്റുവിനെ പറ്റി പറയാണ്. പിന്നെ ആധുനിക ശാസ്ത്രത്തിന്റെ, മോഡേൺ സയൻസിന്റെ ഒരു കടുത്ത ആരാധകനായിരുന്ന, അല്ലെങ്കിൽ അതിനോട് ഒരുപാട് താല്പര്യം ഉണ്ടായിരുന്ന ഒരു ഭരണാധികാരി കൂടിയായിരുന്നു ആര്? ജവഹർലാൽ നെഹ്റു. ഓക്കെ, നമ്മൾ സാമ്പത്തിക രംഗം പറഞ്ഞപ്പോൾ അവിടെ നമ്മൾ അദ്ദേഹത്തിന്റെ പേര് പരാമർശിച്ചു. സാമ്പത്തിക രംഗത്ത് നമുക്ക് തുടക്കത്തിലെ ഒരു മികച്ച നേതൃത്വം നൽകിയത് ആദ്യത്തെ പ്രധാനമന്ത്രി തന്നെയാണ്. അപ്പൊ അതേപോലെ ശാസ്ത്ര സാങ്കേതിക വിദ്യ, സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കാര്യം നോക്കുമ്പോഴും നമ്മൾ നെഹ്റുവിന്റെ പേര് പരാമർശിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ആധുനിക ശാസ്ത്രത്തിന്റെ, മോഡേൺ സയൻസിന്റെ ഒരു കടുത്ത ആരാധകനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു വ്യക്തി ആദ്യത്തെ പ്രധാനമന്ത്രിയായി വന്നപ്പോൾ തീർച്ചയായിട്ടും ശാസ്ത്രരംഗത്തും സയൻസിന്റെ ഫീൽഡിലും ടെക്നോളജിയുടെ ഫീൽഡിലും ഒക്കെ ഒരുപാട് വളർച്ച വളരെ പെട്ടെന്ന് കൈവരിക്കാൻ നമ്മുടെ രാജ്യത്തിന് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് നെഹ്റു, India made great achievements in science and technology and established several research institutions for the development of science and technology. ശാസ്ത്ര സാങ്കേതിക രംഗത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നെഹ്റുവിന്റെ കീഴിൽ നമ്മൾ എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്തു? സെവറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് ഒരുപാട് ഗവേഷണ സ്ഥാപനങ്ങൾ നമ്മൾ രൂപീകരിച്ചു. ഈ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട പോയിന്റ് അതാ. ഈ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രൂപത്തിലാണ്. നമുക്കിവിടെ പഠിക്കാനുള്ള, ഓക്കെ, ഈ ഒരു അച്ചീവ്മെന്റ്സ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഈ ഒരു ഹെഡിങ്ങിന് കീഴിൽ നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് പോയിന്റ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്തു? എസ്റ്റാബ്ലിഷ്ഡ് സെവറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഒരുപാട് ഗവേഷണ സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം രൂപീകരിച്ചു. അങ്ങനെയുള്ള ചില സ്ഥാപനങ്ങളാണ് സം ഓഫ് ദം ആർ, ഈ രൂപീകരിച്ചിട്ടുള്ള സയൻസ് ആൻഡ് ടെക്നോളജി രംഗത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്ത അങ്ങനെയുള്ള ചില റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. എക്സാമിന് ചോദിക്കുന്ന കാര്യമാണ്. ഒരു 3 പേരുകളെ പറയുന്നുള്ളൂ. ഒന്ന്, കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, CSIR എന്ന് ചുരുക്കി വിളിക്കാം. ഓക്കെ, കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, ഇതാണ് ഒന്നാമത്തെ സ്ഥാപനം. ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതി എന്ന് മലയാളത്തിൽ പറയാം. തൽക്കാലം മലയാളം വേണ്ട, നമുക്ക് ഇംഗ്ലീഷ് തന്നെ പഠിക്കാൻ സുഖം. ഓക്കെ, കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. മറ്റൊന്ന്, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്,
ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. ഓർക്കാൻ സുഖ രണ്ടും. ഒന്ന് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്, മറ്റത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. അതിൻ്റെയും ഷോർട്ട് ഒന്ന് ICAR, ICMR. ഓക്കെ, നമ്മൾ ICMR ഒക്കെ ഈ ഒരു അടുത്ത കാലങ്ങളിൽ പത്രങ്ങളിലൊക്കെ ധാരാളം വന്നിട്ടുള്ള പേരുകളായിരിക്കും, നമുക്ക് പരിചയമുള്ള പേരുകൾ ഈ കൂട്ടത്തിൽ ഉണ്ടാവാം. എന്ത് തന്നെയായാലും ഈ 3 പേരുകൾ മാത്രമേ നമുക്ക് ഇവിടെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കൂട്ടത്തിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ നെഹ്റുവിന്റെ കീഴിൽ ഇങ്ങനെയുള്ള ഒരുപാട് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിൽ ചില എക്സാമ്പിൾസ് ആണ് ഈ പറഞ്ഞിട്ടുള്ള CSIR, ICAR, ICMR തുടങ്ങിയിട്ടുള്ളവ. ഓക്കെ, ദെൻ അടുത്ത പാരഗ്രാഫിലേക്ക് പോകുമ്പോൾ, two stalwarts of Indian science, Homi J. Bhabha or Homi Jahangir Bhabha and S.N. Bhatnagar, helmed the projects of the Council of Scientific and Industrial Research. നമ്മൾ നേരത്തെ പറഞ്ഞ ഏറ്റവും ആദ്യത്തെ കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് എന്ന് പറയുന്ന ഗവേഷണ സ്ഥാപനം, അതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള പിന്നെ 2 മഹത് വ്യക്തിത്വങ്ങളാണ് ആരൊക്കെ? ഹോമി ജഹാംഗീർ ബാബ, അതേപോലെ S.N. ഭട്നാഗർ. ഓക്കെ, ഓർക്കുക, ഹോമി ജഹാംഗീർ ബാബ, S.N. ഭട്നാഗർ, ഈ 2 ആളുകളുടെയും പേര് നമ്മൾ ഏത് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പഠിക്കുക? കൗൺസിൽ ഫോർ സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള ഈ സ്ഥാപനം. ഓക്കെ, CSIR. അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത 2 വ്യക്തികളാണ്, 2 മഹാന്മാരാണ് ഹോമി ജെ ബാബ. ഹോമി ജഹാംഗീർ ബാബ എന്നുള്ളത് നമുക്ക് ഷോർട്ടാക്കി ഹോമി ജെ ബാബ എന്ന് എഴുതാം. ഇനി അതും കിട്ടുന്നില്ലെങ്കിൽ HJ ബാബ അങ്ങനെയും എഴുതാം, മാർക്ക് കിട്ടും. ഓക്കെ, HJ ബാബ അല്ലെങ്കിൽ ഹോമി ജെ ബാബ അല്ലെങ്കിൽ ഹോമി ജഹാംഗീർ ബാബ. ഓക്കെ, ഹോമി ജഹാംഗീർ ബാബ ആൻഡ് S.N. ഭട്നാഗർ, 2 പേരും കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരാണ്. ഓക്കെ, ഇനി ഈ HJ ബാബ, ഹോമി ജെ ബാബ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പേര് ഹോമി ജഹാംഗീർ ബാബ, അദ്ദേഹത്തെ മാത്രമായിട്ട് ഇവിടെ പറയുന്നു. ഹോമി ജഹാംഗീർ ബാബ വാസ് ദി ഹെഡ് ഓഫ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് ആൻഡ് ഇന്ത്യൻ ആറ്റമിക് എനർജി കമ്മീഷൻ. ഓക്കെ, ശ്രദ്ധിക്കുക, അദ്ദേഹത്തിന്റെ പേരിൽ 2 സ്ഥാപനങ്ങൾ പറയും കേട്ടോ. ഹോമി ജഹാംഗീർ ബാബ വാസ് ദി ഹെഡ് ഓഫ്, അദ്ദേഹം ഈ പറയുന്ന സ്ഥാപനങ്ങളുടെ പിന്നെ ഹെഡായി പ്രവർത്തിച്ച, മേധാവിയായി പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ് HJ ബാബ. ഏതൊക്കെ സ്ഥാപനങ്ങൾ? ഹെഡ് ഓഫ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് ആൻഡ് ഇന്ത്യൻ ആറ്റമിക് എനർജി കമ്മീഷൻ. ഈ 2 സ്ഥാപനങ്ങളുടെയും പിന്നെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് ഹോമി ജെ ബാബ. ഏതൊക്കെയാ സ്ഥാപനങ്ങൾ? ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്, അതേപോലെ ഇന്ത്യൻ ആറ്റമിക് എനർജി കമ്മീഷൻ, ആണവോർജ കമ്മീഷൻ, ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ, ഇന്ത്യൻ ആറ്റമിക് എനർജി കമ്മീഷൻ. 2ന്റെയും തലപ്പത്ത് പ്രവർത്തിച്ചിരുന്ന വ്യക്തി കൂടിയാണ് ആര്? ഹോമി ജഹാംഗീർ ബാബ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറഞ്ഞത്. ഒന്ന്, കൗൺസിൽ ഫോർ സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളുകൾ ഹോമി ജെ ബാബ ആൻഡ് S.N. ഭട്നാഗർ. അതുകൂടാതെ ഹോമി ജെ ബാബ നേതൃത്വം കൊടുത്ത മറ്റ് 2 സ്ഥാപനങ്ങളാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് ആൻഡ് ഇന്ത്യൻ ആറ്റമിക് എനർജി കമ്മീഷൻ, ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഡ്യൂറിംഗ് ദി സെയിം ടൈം വേൾഡ് ക്ലാസ് എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വർ ഓൾസോ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദി കൺട്രി. ലോകോത്തര നിലവാരമുള്ള എഞ്ചിനീയറിംഗ് കോളേജുകൾ നമ്മുടെ രാജ്യത്ത് സ്ഥാപിക്കപ്പെട്ടു. ഓക്കെ, നമ്മൾ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഓരോ മുന്നേറ്റങ്ങളാണ്, അച്ചീവ്മെന്റ്സ് ആണ് പറയുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ഇത്രയും കാര്യങ്ങളാണ്. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് പറയാൻ പറ്റുന്ന ചെറിയ ചെറിയ പോയിന്റ്സ് ആണ്, അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ചെറിയ ചെറിയ പോയിന്റ്സ് ആണ് ഈ ഒരു പാസേജിൽ, ഈ ഒരു പാരഗ്രാഫിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ഈ സ്ഥാപനങ്ങൾ, ഈ 2 ആളുകൾ, അവരുടെ അവർ പ്രവർത്തിച്ച സ്ഥാപനങ്ങളൊക്കെയാണ്. ഓക്കെ, കൂട്ടത്തിൽ മറ്റ് പുരോഗതികളും അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണ്? വേൾഡ് ക്ലാസ് എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതേപോലെ 5 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അല്ലെങ്കിൽ IIT എന്ന് ചുരുക്കി വിളിക്കാം, 5 IIT-കൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ബിറ്റ്വീൻ 1954 ആൻഡ് 64. ഓക്കെ, 1954 64 ഇടയിലായിട്ട് രാജ്യത്തിന്റെ പല ഭാഗത്ത് 5 IIT-കൾ നമ്മൾ സ്ഥാപിച്ചു. Nehru strongly believed that India should minimize her dependence on Western countries in science and technology. നമ്മൾ നേരത്തെ പറഞ്ഞു, ആധുനിക ശാസ്ത്രത്തിന്റെ, മോഡേൺ സയൻസിന്റെ കടുത്ത ആരാധകനായിരുന്നു നെഹ്റു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു.
അപ്പൊ ആ നെഹ്റുവിന്റെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതായത് ശാസ്ത്രരംഗത്തും സാങ്കേതിക രംഗത്തും സയൻസ് ആൻഡ് ടെക്നോളജി ഫീൽഡിൽ നമ്മൾ മറ്റു രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് പടിഞ്ഞാറൻ രാഷ്ട്രങ്ങൾ, വെസ്റ്റേൺ കൺട്രീസിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ത് ചെയ്യണം, നമ്മളത് കുറയ്ക്കണം, നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ തന്നെ പൂർത്തീകരിക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ വളരണം എന്നുള്ളൊരു ആഗ്രഹം, അങ്ങനെയുള്ളൊരു ഇച്ഛാശക്തി ആർക്കുണ്ടായിരുന്നു, നെഹ്റുവിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വളരെ പെട്ടെന്ന് ഇങ്ങനെയുള്ള ഒരുപാട് പുരോഗതി ശാസ്ത്രരംഗത്തും സാങ്കേതിക രംഗത്തും കൈവരിച്ചത്. സോ നെഹ്റു സ്ട്രോങ്ലി ബിലീവ്ഡ് ദാറ്റ് India should minimize her dependence on Western countries in science and technology. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വിദേശ രാജ്യങ്ങളെ നമ്മൾ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ത് ചെയ്യണം, കുറയ്ക്കണം, കുറച്ചു കൊണ്ടുവരണമെന്ന് ആരാഗ്രഹിച്ചു, നെഹ്റു ആഗ്രഹിച്ചു. സബ്സിക്വന്റ്ലി ഇന്ത്യ മെയ്ഡ് ട്രമെൻഡസ് പ്രോഗ്രസ് ഇൻ മെഡിക്കൽ സയൻസ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഏതൊക്കെ ഫീൽഡിൽ പുരോഗതി കൈവരിച്ചു, മെഡിക്കൽ സയൻസ്, ഓക്കെ, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ജെനറ്റിക്സ്, ബയോടെക്നോളജി, ഹെൽത്ത് സയൻസ്, മറൈൻ ടെക്നോളജി, ഇൻഫർമേഷൻ ടെക്നോളജി, ആറ്റമിക് എനർജി ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ, ഓരോന്നിന്റെയും അർത്ഥം പറയേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള ഒരുപാട് മേഖലകളിൽ നമ്മൾ പുരോഗതി കൈവരിക്കാൻ തുടങ്ങി. അതിനുള്ള കാരണം ഈ പറഞ്ഞതുപോലെ നെഹ്റുവിനെ പോലെയുള്ള നല്ല ഇച്ഛാശക്തിയുള്ള ദീർഘവീക്ഷണമുള്ള നേതൃത്വം നമുക്ക് തുടക്കത്തിലേ ലഭിച്ചു എന്നതാണ് ഇതിനൊക്കെയുള്ള കാരണം, പ്രധാന കാരണം. അത് മാത്രമല്ല, ഇങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെയുള്ള HJ ബാബ, അതേപോലെ SN ഭട്നാഗർ, അങ്ങനെയുള്ള ഒരുപാട് മഹത് വ്യക്തികളുടെ, മികച്ച ശാസ്ത്രജ്ഞരുടെ പിന്തുണയും എല്ലാത്തിനും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ മേഖലയിലും ക്രമേണ നമ്മുടെ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഒരുപാട് അച്ചീവ്മെന്റ്സ് കൈവരിക്കാൻ തുടങ്ങി. ഇത്രയും കാര്യങ്ങളാണ് സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഈ പറയുന്ന 3 അതിൽ നേതൃത്വം കൊടുത്ത കുറച്ച് ആൾക്കാർ, 2 ആളുകളുടെ പേര് ഇവിടെ പറഞ്ഞു. അതിനുശേഷം ഇവിടെ പറയുന്ന കാര്യങ്ങൾ പൊതുവെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് വേൾഡ് ക്ലാസ് എഞ്ചിനീയറിംഗ് കോളേജുകൾ സ്ഥാപിച്ചു, 5 IITs നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. പിന്നെ ഈ പറയുന്ന താഴെയുള്ള ഓരോ കോമട്ട് പറഞ്ഞിട്ടുള്ള ഓരോരോ മേഖല അല്ലെ, മെഡിക്കൽ, അത് ജനറൽ ആയിട്ട് പറയാണ്, മെഡിക്കൽ സയൻസ്, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പൊ നമുക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങൾ അവിടെ എഴുതി കൊടുക്കാം. ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ജെനറ്റിക്സ്, ബയോടെക്നോളജി, ഹെൽത്ത് സയൻസ്, മറൈൻ ടെക്നോളജി, IT, ഇൻഫർമേഷൻ ടെക്നോളജി, ആറ്റമിക് എനർജി, ട്രാൻസ്പോർട്ടേഷൻ, ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും നമ്മൾ ക്രമേണ പുരോഗതികൾ കൈവരിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഏതുമായി ബന്ധപ്പെട്ട് അച്ചീവ്മെന്റ്സ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഭാഗത്ത് പഠിക്കാനുള്ളത്. ഇനി അടുത്ത ഏരിയ നമ്മൾ നോക്കുകയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഈ ഒരു ചാപ്റ്ററിന് ചോദ്യം വരുമ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ഭാഗം കൂടിയാണ് സ്പേസ് റിസർച്ച് ഇൻ ഇന്ത്യ. ഇന്ത്യയും നമ്മുടെ സ്പേസ് റിസർച്ച്, ബഹിരാകാശ ഗവേഷണവും എന്ന് പറയുന്ന ഒരു ഭാഗം, സ്പേസ് റിസർച്ച് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ബഹിരാകാശ ഗവേഷണം, സ്പേസ് റിസർച്ച്, ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണവും പഠനവും ഒക്കെ ബന്ധപ്പെട്ടുള്ള ഒരു ഭാഗം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്, പക്ഷെ വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാനും പറ്റും. ഓക്കെ, പോയിന്റ് ആക്കി നമുക്ക് ഓർത്ത് വെക്കാൻ സുഖമുള്ള ഒരു ഏരിയ കൂടിയാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഇൻഡിപെൻഡന്റ് ഇന്ത്യ conducted various space explorations and experiments. അതായത് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം നമ്മുടെ രാജ്യം ബഹിരാകാശ ഗവേഷണ രംഗത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പരീക്ഷണങ്ങളും പര്യവേക്ഷണങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. In 1962, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് പോയിന്റ് ആണ്, in 1962 നെഹ്റു with the technical advice of Vikram Sarabhai formed the Indian National Committee for Space Research, INCOSPAR. ശ്രദ്ധിക്കുക. ഓക്കെ, എന്താ ഇവിടെ പറയുന്നത്, 1962 നെഹ്റു അതേപോലെ വിക്രം സാരാഭായ് എന്നിവരുടെ നേതൃത്വത്തിൽ നമ്മൾ എന്ത് ഫോം ചെയ്തു, നമ്മൾ എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്തു, ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച്. ഓക്കെ, അപ്പൊ ഒന്നുകൂടി ഞാനത് മാർക്ക് ചെയ്തത് എളുപ്പത്തിൽ ഒന്നുകൂടി ഞാൻ ചെറുതാക്കി മാർക്ക് ചെയ്യാണ്. അതായത് in 1962 നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്തു, ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച്. ഓക്കെ, ഈ ഒരു പോയിന്റാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. 1962 നമ്മുടെ സ്പേസ് റിസർച്ച്, ഇന്ത്യയുടെ സ്പേസ് റിസർച്ചുമായി ബന്ധപ്പെട്ട ഓരോരോ അച്ചീവ്മെന്റ്സ് നമ്മൾ പറയുമ്പോൾ, നേട്ടങ്ങൾ പറയുമ്പോൾ അതിൽ ഏറ്റവും ആദ്യത്തെ നേട്ടമാണ്, പുരോഗതിയാണ്. 1962 നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച്. ഓക്കെ,
അതായത് ഇന്ന് നമ്മൾ ISRO എന്ന് പറയുന്നുണ്ടല്ലോ, ISRO വരുന്നതിന് മുമ്പുള്ള സ്ഥാപനമാണ്. 1962 ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് നമ്മൾ എന്ത് ചെയ്തു, എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇൻകോസ്പാർ എന്ന് ചുരുക്കി വിളിക്കാം. ഓക്കെ, ദെൻ ഫോളോവിങ് ദിസ് in 1969 1969 നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്തു? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഓർ ISRO, ഇസ്രോ എന്നൊക്കെ വിളിക്കും നമ്മൾ. ഇസ്രോ, ISRO എന്താ സംഭവം? ഫുൾ ഫോം എന്താണ്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. അപ്പൊ 1969 നമ്മൾ ISRO എസ്റ്റാബ്ലിഷ് ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ് ടു ലീഡ് സ്പേസ് റിസർച്ച്. അതായത് പിന്നീട് ഈ 1969 ISRO വന്നപ്പോൾ പിന്നീട് ISROയുടെ കീഴിലാണ് നമ്മുടെ ബഹിരാകാശ ഗവേഷണം പുരോഗമിച്ചിട്ടുള്ളത്. അപ്പൊ തുടക്കത്തിൽ സ്റ്റാർട്ടിങ്ങിൽ ഏതാണ്? 1962 ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച്, 1969 ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ ISRO എന്ന് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ISRO എസ്റ്റാബ്ലിഷ് ചെയ്തു. ദി ഫസ്റ്റ് റോക്കറ്റ്, അടുത്തൊരു പോയിന്റ് ആണ്, ദി ഫസ്റ്റ് റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ഇൻ ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ തുമ്പ നിയർ തിരുവനന്തപുരം. മൂന്നാമത്തെ പോയിന്റ് ആണ്, സ്പേസ് റിസർച്ചിലെ അച്ചീവ്മെന്റ്സുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ പോയിന്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം, ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ഇൻ ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ തുമ്പ നിയർ തിരുവനന്തപുരം. അതായത് തിരുവനന്തപുരത്തിനടുത്തുള്ള പിന്നെ തുമ്പയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നമ്മൾ സ്ഥാപിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇവിടെ നിങ്ങൾക്കൊരു ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സ്ട്രാ റീഡിംഗ് ബോക്സ് നിങ്ങൾക്ക് കാണാം. വിക്രം സാരാഭായ് എന്നുള്ളൊരു ബോക്സ് കാണാം. ഇവിടെ പിന്നെ താഴെ പറയുന്നുണ്ട്, തുമ്പയിലെ ഈ പറയുന്ന കേന്ദ്രത്തിന് ആരുടെ പേരാ കൊടുത്തത്? ഇദ്ദേഹത്തിന്റെ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ. ഓക്കെ, വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്നാണ് ആ തുമ്പയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന് പേര് കൊടുത്തത്. ഇദ്ദേഹത്തോടുള്ള, വിക്രം സാരാഭായോടുള്ള ഒരു ബഹുമാന പുരസ്കാരം നൽകിയിട്ടുള്ള പേരാണ്. ഓക്കെ, അത് എക്സ്ട്രാ റീഡിംഗ് ആണ്, പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്തതാണ്. എനിവേ, അപ്പൊ മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ദി ഫസ്റ്റ് റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ഇൻ ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ തുമ്പ നിയർ തിരുവനന്തപുരം. അപ്പൊ തുമ്പയിൽ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം, നമ്മൾ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പൊ 3 പോയിന്റ്സ് നമുക്ക് കിട്ടി. 3 മാർക്കിനുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി as a result of the collective efforts of India's space research experts, first satellite Aryabhatta was successfully launched in 1975. നാലാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ല് എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ ആദ്യത്തെ ഉപഗ്രഹ വിക്ഷേപണം. ഓക്കെ, ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമായിട്ടുള്ള ആര്യഭട്ട നമ്മൾ 1975 എന്ത് ചെയ്തു? ലോഞ്ച് ചെയ്തു, വിക്ഷേപിച്ചു. ഓക്കെ, അപ്പോൾ സോ 1975 we launched the first satellite Aryabhatta. അപ്പോൾ ആദ്യത്തെ സാറ്റലൈറ്റ്, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആര്യഭട്ട നമ്മൾ വിക്ഷേപിച്ചു 1975. അപ്പൊ 4 പോയിന്റ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. പിന്നെ in addition to satellites, space vehicles and rocket launchers were also developed. പൊതുവായിട്ട് പറയാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ്, ഒരു വർഷോ കാര്യങ്ങളൊന്നും അല്ല, ജനറൽ ആയിട്ടൊരു പോയിന്റ്. അതായത് നമ്മൾ ഈ സാറ്റലൈറ്റുകൾക്ക് പുറമെ എന്തുണ്ടാക്കുന്നുണ്ട്? സ്പേസ് വെഹിക്കിൾസ് ആൻഡ് റോക്കറ്റ് ലോഞ്ചേഴ്സ് വെർ ഓൾസോ ഡെവലപ്ഡ്. ഓക്കെ, അതായത് ഉപഗ്രഹങ്ങൾക്ക് പുറമെ, സാറ്റലൈറ്റുകൾക്ക് പുറമെ ബഹിരാകാശ വിക്ഷേപണ വാഹനങ്ങളും ഇന്ത്യ വികസിപ്പിച്ചെടുക്കുന്നുണ്ട്. ഓക്കെ, റോക്കറ്റ് ലോഞ്ചേഴ്സ്, സ്പേസ് വെഹിക്കിൾസും റോക്കറ്റ് ലോഞ്ചേഴ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. And it was because of the far-sightedness of Jawaharlal Nehru that India became the first developing nation to make and launch satellites. നമ്മൾ ഇവിടെയും ബഹിരാകാശ ഗവേഷണ രംഗം പറയുമ്പോൾ അവിടെയും നമ്മൾ ആരെ പേര് പരാമർശിക്കുന്നു? ജവഹർലാൽ നെഹ്റുവിന്റെ പേര് പരാമർശിക്കുന്നു. നേരത്തെ സയൻസ് ആൻഡ് ടെക്നോളജി പറഞ്ഞപ്പോൾ, അതേപോലെ ഇക്കണോമിക് സെക്ടറിലുള്ള അച്ചീവ്മെന്റ്സ് പറഞ്ഞപ്പോൾ അവിടെയൊക്കെ നമ്മൾ നെഹ്റുവിന്റെ പേര് പരാമർശിച്ചു. ഇവിടെയും സ്പേസ് റിസർച്ചിന്റെ കാര്യത്തിലും നമ്മൾ അദ്ദേഹത്തിന്റെ പേര് പറയുന്നു. നേരത്തെ പറഞ്ഞതാണ്, അത്രത്തോളം ഒരു മികച്ച ലീഡർഷിപ്പ് ഉണ്ടായിരുന്ന, നമ്മുടെ രാജ്യത്തിന് നൽകിയിട്ടുള്ള വ്യക്തി തന്നെയാണ് ആര്? ജവഹർലാൽ നെഹ്റു. എല്ലാ മേഖലയിലും കൃത്യമായ കാഴ്ചപ്പാടുണ്ടായിരുന്ന വ്യക്തിയാണ്. സോ ഇറ്റ് വാസ് ബിക്കോസ് ഓഫ് ദി ഫാർ സൈറ്റഡ്നെസ് ഓഫ് നെഹ്റു ദാറ്റ് ഇന്ത്യ became the first developing nation to make and launch satellites. Okay, India became the first developing nation
to make and launch satellites. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? അതായത് ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും അതേപോലെ തന്നെ അത് വിക്ഷേപിക്കാനും കഴിയുന്ന ഏക ഡെവലപ്പിംഗ് കൺട്രി, ഏക വികസ്വര രാജ്യം എന്ന പദവി നമ്മൾ നേടിയെടുത്തു. അത് നേടിയെടുക്കാൻ കാരണം നെഹ്റുവിനെ പോലെയുള്ള ഒരു നേതൃത്വം നമുക്ക് ഉണ്ടായതുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. Okay, so India became the first developing nation to make and launch satellites. അതായത് ഉപഗ്രഹങ്ങൾ, സ്വന്തമായിട്ട് ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുകയും അത് വിക്ഷേപിക്കുകയും ചെയ്യുന്ന ആദ്യത്തെ വികസ്വര രാഷ്ട്രമായിട്ട് നമ്മുടെ രാജ്യം മാറി. അതിനുള്ള കാരണം നെഹ്റുവിനെ പോലെയുള്ള നേതൃത്വം. ഓക്കെ, ഇനി അപ്പോൾ പോയിന്റ്സിന്റെ എണ്ണം കൂടി വരികയാണ്. Then there are several agencies that develop satellites in India. എക്സാമിന് പ്രത്യേകം ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അതായത് ഇന്ത്യയിൽ പിന്നെ സാറ്റലൈറ്റുകൾ ഡെവലപ്പ് ചെയ്യുന്ന, നിർമ്മിക്കുന്ന സ്ഥാപനങ്ങൾ, ഏജൻസീസ് ദാറ്റ് ഡെവലപ്പ് സാറ്റലൈറ്റ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഇങ്ങനെയുള്ള സാറ്റലൈറ്റുകൾ, ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമാണ് രണ്ട് പേരുകളേ ഉള്ളൂ, ചെറിയ പേരുകളാണ്. ഒന്ന് നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസി, ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. ഓക്കെ, ഇന്ത്യയിൽ സാറ്റലൈറ്റുകൾ ഉണ്ടാക്കുന്ന രണ്ട് സ്ഥാപനങ്ങൾ, ഏജൻസികൾ, നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസി, ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. ഒരു 2-3 തവണ നമ്മളിത് പിന്നെ റിപ്പീറ്റ് ചെയ്ത് വായിക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ പതിയാവുന്ന പേര്, അത്ര ചെറിയൊരു പേരാണ്. ഓക്കെ, നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസി, ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. ഇത് എന്താന്ന് പഠിക്കണം? ഏജൻസീസ് ദാറ്റ് ഡെവലപ്പ് സാറ്റലൈറ്റ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ സാറ്റലൈറ്റുകൾ ഡെവലപ്പ് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ്. ഇനി ഇന്ത്യ ഹാസ് ഓൾസോ അഡ്വാൻസ്ഡ് മച്ച് ഇൻ മിസൈൽ ടെക്നോളജി. മിസൈൽ ടെക്നോളജി അല്ലേ, അതായത് മിസൈൽ സാങ്കേതിക വിദ്യയിലും നമ്മൾ ഒരുപാട് വളർച്ച കൈവരിച്ചു. അഗ്നി ആൻഡ് പൃഥ്വി, നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ 2 മിസൈലുകളാണ്. അഗ്നി ആൻഡ് പൃഥ്വി വർ ദി മിസൈൽസ് ഡെവലപ്ഡ് ബൈ ഇന്ത്യ. ഓക്കെ, ഇന്ത്യ ഡെവലപ്പ് ചെയ്ത 2 മിസൈലുകളാണ് അഗ്നി, അതേപോലെ പൃഥ്വി. ഓക്കെ, ഡോക്ടർ രാജ രാമണ്ണ, ഫോട്ടോ ഇവിടെ കാണാം, ഡോക്ടർ രാജ രാമണ്ണ and Dr. APJ Abdul Kalam led our experiments in atomic energy sector. അതും കൂടി മാർക്ക് ചെയ്യാം അല്ലേ. ഓക്കെ, അതായത് ആറ്റമിക് എനർജി സെക്ടർ എന്ന് പറയുമ്പോൾ എന്താ? നമ്മുടെ ആണവ മേഖല, ആണവോർജ മേഖല എന്ന് പറയും അല്ലെ. സോ ആണവ രംഗത്തുള്ള പരീക്ഷണങ്ങൾക്ക് നേതൃത്വം കൊടുത്ത 2 വ്യക്തികളാണ് ഡോക്ടർ രാജ രാമണ്ണ, അതേപോലെ APJ അബ്ദുൽ കലാം. ഓക്കെ, APJ അബ്ദുൽ കലാം, അതേപോലെ ഡോക്ടർ രാജ രാമണ്ണ, ഈ 2 പേരും നമ്മുടെ ആറ്റമിക് എനർജി സെക്ടറിൽ, ആണവോർജ മേഖലയിൽ ആണവ രംഗത്തെ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകളാണ്. ഓക്കെ, then with the new space missions such as Chandrayaan and Mangalyaan, നമുക്കറിയാം ചന്ദ്രയാന്, മംഗൾയാൻ. ഓക്കെ, നമ്മൾ പിന്നെ പഠിച്ചിട്ട്, നമ്മൾ കേട്ടിട്ടുള്ള പത്രങ്ങളിലൂടെയൊക്കെ അതിനെപ്പറ്റി ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ചന്ദ്രയാൻ 1ും 2ും നമ്മളിപ്പോൾ നടത്തി കഴിഞ്ഞ് 3നുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ വിത്ത് ദി ന്യൂ സ്പേസ് മിഷൻ സച്ച് ആസ് ചന്ദ്രയാൻ ആൻഡ് മംഗൾയാൻ, ഇന്ത്യ ഹാസ് entered a new era in space exploration. ഓക്കെ, അതായത് ചന്ദ്രയാൻ, മംഗൾയാൻ ദൗത്യങ്ങളോടെ ഇന്ത്യ എന്ത് ചെയ്തു? ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഒരു പുതിയ തലത്തിലേക്ക്, ഒരു പുതിയ യുഗത്തിലേക്ക് നമ്മുടെ ഇന്ത്യ പ്രവേശിച്ചു. ചന്ദ്രയാൻ വിച്ച് ബിഗാൻ ഇൻ 2008, ചന്ദ്രയാൻ 1 ആണ്. ഈ പുസ്തകം ഇറങ്ങുന്ന സമയത്ത് ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ചന്ദ്രയാൻ എന്ന് മാത്രം കൊടുത്തത്, അല്ലെങ്കിൽ ചന്ദ്രയാൻ 1 എന്ന് പ്രത്യേകം പറഞ്ഞേനെ. ചന്ദ്രയാൻ ഫസ്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് 2008ലാണ്. ചന്ദ്രയാൻ 2 അത് 2019 ആണ്, 2019 Okay, so Chandrayaan first, which began in 2008, is India's first lunar mission. Chandrayaan first എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ ലൂണാർ മിഷൻ ആണ്, അതായത് ചാന്ദ്ര ദൗത്യമാണ്. ചന്ദ്രനെ പറ്റിയുള്ള പഠനങ്ങൾക്ക് വേണ്ടി വിക്ഷേപിച്ചിട്ടുള്ള പേടകമാണ് ചന്ദ്രയാൻ ഫസ്റ്റ്. 2008ലാണ് ഇന്ത്യയുടെ ഫസ്റ്റ് ലൂണാർ മിഷൻ ആണ്. അതേപോലെ മംഗൾയാൻ എന്ന് പറയുന്നത് നമുക്കറിയാം. മംഗൾയാൻ എന്താണ്? അത് ചൊവ്വയെ പറ്റി പഠിക്കാനുള്ളതാണ്. ഓക്കെ, സോ വിത്ത് ദിസ് ഇന്ത്യ ബിക്കെയിം എ മെമ്പർ, അഥവാ ഈ ചന്ദ്രയാൻ വിക്ഷേപിച്ചതോടെ ഇന്ത്യ ബിക്കെയിം എ മെമ്പർ ഇൻ ദി coveted group to launch space shuttle to the lunar orbit after America, Russia, European Space Agency, China and Japan. ഓക്കെ, എന്താ പറയുന്നത്? അതായത് പിന്നെ ഈ ചന്ദ്രയാൻ ഫസ്റ്റിന്റെ വിക്ഷേപണത്തോടെ അമേരിക്ക, റഷ്യ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, ചൈന, ജപ്പാൻ എന്നിവയ്ക്ക് ശേഷം ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകമെത്തിക്കുന്ന ആദ്യ രാജ്യമായിട്ട് ആര് മാറി? നമ്മുടെ രാജ്യം മാറി.
ഓക്കെ, ഈ പറയുന്ന അമേരിക്ക, റഷ്യ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, ചൈന, ജപ്പാൻ എന്നിവയ്ക്ക് ശേഷം ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക്, ഓർബിറ്റിലേക്ക് സ്വന്തം പേടകം എത്തിക്കുന്ന ആദ്യത്തെ രാജ്യമായിട്ട് നമ്മുടെ രാജ്യം മാറി. ചില്ലറ നേട്ടമല്ല, ഒരു വലിയ നേട്ടം തന്നെയാണത്. ഓക്കെ, അപ്പൊ ചുരുങ്ങിയ കാലം കൊണ്ടാണ് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. അതിനുശേഷം ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ടാണ്, ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഈ ഒരു സ്പേസ് റിസർച്ച് ഏരിയ, ഈ ഒരു ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇത്രത്തോളം ഒരു കുതിച്ചുചാട്ടം നമ്മുടെ രാജ്യം കൈവരിച്ചത്, അല്ലെങ്കിൽ ISROയുടെ കീഴിൽ നമ്മൾ കൈവരിച്ചത്. ഓക്കെ, Mangalyaan, the space mission of India to Mars, is the Indian-made space shuttle that covered the longest distance in space. Mangalyaan നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താ Mangalyaan? The space mission of India to Mars. ചൊവ്വയിലേക്കുള്ള ഇന്ത്യയുടെ ദൗത്യമാണ്. ചൊവ്വയെ പറ്റി പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് Mangalyaan എന്ന് പറയുന്നത്. ചൊവ്വാ ദൗത്യം, ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യമാണ് Mangalyaan. പിന്നെ അതിന്റെ പ്രത്യേകത, it is the Indian-made space shuttle that covered the longest distance in space. ഇതിന്റെ പ്രത്യേകത എന്താ? മംഗൾയാന്റെ പ്രത്യേകത പറയുന്നു, നമ്മുടെ ഭൂമിയിൽ നിന്ന് ഏറ്റവും ദൂരെ എത്തി, ഏറ്റവും അകലത്തിലെത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം എന്ന പിന്നെ ആ ഒരു ഖ്യാതി, ആ ഒരു പേര് എന്തിനുള്ളത്? അത് മംഗൾയാനാണ്. നമ്മുടെ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലത്തിലെത്തിയിട്ടുള്ള ഇന്ത്യൻ നിർമ്മിത പേടകം മംഗൾയാനാണ്. India is all set to take on new experiments in space. അതായത് ഇന്നും പുതിയ പുതിയ പരീക്ഷണങ്ങൾ ഈ ഒരു ബഹിരാകാശ ഗവേഷണ രംഗത്ത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞു, ചന്ദ്രയാൻ 1, 2 ശേഷം ചന്ദ്രയാൻ 3 നമ്മൾ അതിനുള്ള പ്രവർത്തനങ്ങൾ ISROയുടെ കീഴിൽ പുരോഗമിക്കുന്നുണ്ട്. അതേപോലെ പല ഗവേഷണങ്ങളും, പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ ഉപഗ്രഹ വിക്ഷേപണവുമായി ബന്ധപ്പെട്ട ഒരുപാട് നിരന്തരം പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഏതായാലും ഭാവിയിൽ ഇങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങൾ ഇനിയും നമ്മൾ കരസ്ഥമാക്കും, സംശയമൊന്നും വേണ്ട. ഇന്ന് ലോകത്ത് വികസിതമായിട്ട് നമ്മൾ ഇന്ത്യയെക്കാളും ഒരുപാട് സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ള വലിയ വലിയ രാജ്യങ്ങളുണ്ട്. അങ്ങനെയുള്ള വലിയ വികസിത രാജ്യങ്ങൾ പോലും അവരുടെ ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തെത്തിക്കാൻ, ഭ്രമണപഥത്തിൽ എത്തിക്കാൻ വേണ്ടി നമ്മുടെ ISROയെ സമീപിക്കുന്നുണ്ട്. കാരണം ISRO ചുരുങ്ങിയ ചെലവിലാണ്, ഒരുപാട് എമൗണ്ട് ഒന്നും ഇല്ലാത്ത ചെറിയ ബജറ്റിലാണ് പലപ്പോഴും ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് എത്തിക്കാറുള്ളത്. മറ്റു പല അമേരിക്ക, അതേപോലെ സോവിയറ്റ് യൂണിയൻ, അതായത് ഇന്നത്തെ റഷ്യ, അതേപോലെ അമേരിക്കയുടെ നാസ, ഇതൊക്കെ ബഹിരാകാശത്തേക്ക് ഉപഗ്രഹങ്ങൾ അയക്കുന്ന കാര്യത്തിൽ ഒട്ടും പിറകിലല്ല. ഒരുപാട് ഉപഗ്രഹങ്ങൾ അവർ വിജയകരമായിട്ട് വിക്ഷേപിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ വിക്ഷേപണങ്ങളെക്കാളും വളരെ ബജറ്റ് കുറഞ്ഞിട്ട്, ചുരുങ്ങിയ ബജറ്റിൽ, ചുരുങ്ങിയ ചെലവിൽ ഇന്ത്യ ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ്, അമേരിക്ക, അങ്ങനെയുള്ള പല വികസിത രാജ്യങ്ങളും അവരുടെ ഉപഗ്രഹങ്ങൾ പലപ്പോഴും നമ്മളെ, ഈ ISROയെ ഏൽപ്പിക്കാറുണ്ട്. ISROയുടെ പേടകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, റോക്കറ്റ് ലോഞ്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അത് ബഹിരാകാശത്ത് ഭ്രമണപഥങ്ങളിൽ എത്തിക്കാറുമുണ്ട്. ഓക്കെ, അപ്പൊ ഏതായാലും ലോകത്ത് ഇന്ന് അറിയപ്പെട്ട ഒരു ബഹിരാകാശ ഗവേഷണ ഏജൻസിയാണ് നമ്മുടെ ISRO. അത് 1969 ഫോം ചെയ്തത്. തുടങ്ങിയിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സ്പേസ് റിസർച്ചുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സ്പേസ് റിസർച്ചുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള അത്രയും കാര്യങ്ങളാണ്. ഇനി മറ്റൊരു മേഖല നമ്മൾ നോക്കുമ്പോൾ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ വിദ്യാഭ്യാസ രംഗത്ത് കൈവരിച്ച നേട്ടങ്ങളും മാറ്റങ്ങളും ഒക്കെ നമ്മളിവിടെ പറയാൻ പോവാണ്. നേരത്തെ സ്പേസ് റിസർച്ച് പറഞ്ഞതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എന്തായാലും ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗം തന്നെയാണ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം. ഇവിടെ ഏറ്റവും ആദ്യം ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്, ഡോക്ടർ DS കോത്താരിയുടെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. ദ ഡെസ്റ്റിനി ഓഫ് ഇന്ത്യ ഈസ് ബീയിങ് ഷേപ്ഡ് ഇൻ ഹർ ക്ലാസ് റൂംസ്. ഇന്ത്യയുടെ ഭാവി നിർണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഇന്ത്യയുടെ എന്നല്ല, ലോകത്തിന്റെ ഭാവി നിർണയിക്കപ്പെടുന്നത് എവിടെയാ? ഇന്നത്തെ ക്ലാസ് മുറികളാണ് നാളത്തെ സമൂഹം എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇന്ത്യയുടെ ഭാവി നിർണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഇന്നത്തെ ക്ലാസ് മുറികളിലുള്ള വിദ്യാർത്ഥികളാണ് നാളത്തെ സമൂഹത്തെ നിയന്ത്രിക്കേണ്ടത്. നാളത്തെ പോലീസും, നാളത്തെ പട്ടാളവും, നാളത്തെ രാഷ്ട്രീയക്കാരും, നാളത്തെ മന്ത്രിമാരും, ഉദ്യോഗസ്ഥരും എല്ലാം ഇന്ന് ക്ലാസ് മുറികളിൽ ഇരിക്കുന്ന കുട്ടികളാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ക്ലാസ് മുറികളിൽ നമ്മൾ നല്ല വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, so this is the observation of Dr. DS Kothari citing the importance of education. വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെ കാണിക്കുന്ന DS കോത്താരിയുടെ വരികളാണ്. ആരാണ് DS കോത്താരി? നമുക്ക് നോക്കാം, താഴെ പറയുന്നുണ്ട്. He was appointed
He was appointed as the chairman of Commission for the Comprehensive Study of Education in Independent India. ഒരു വിദ്യാഭ്യാസ കമ്മീഷൻ, ഇന്ത്യയിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട ഒരു വിദ്യാഭ്യാസ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നു, ചെയർമാൻ ആയിരുന്നു ആര്? DS കോത്താരി. ഓക്കെ, ബാക്കി നമുക്ക് താഴെ നോക്കാം. Recognizing the importance of education in nation building, our national leaders framed indigenous education policies suitable to Indian context. അതായത് വിദ്യാഭ്യാസം ഒരിക്കലും നമുക്ക് മാറ്റിവെച്ചുകൊണ്ട് സാമ്പത്തിക രംഗത്തോ അല്ലെങ്കിൽ ബഹിരാകാശ രംഗത്തോ ഗവേഷണങ്ങളുമായി മാത്രം മുന്നോട്ട് പോകാൻ പറ്റൂല. ഏതൊരു രാജ്യത്തിന്റെയും വളർച്ചയ്ക്ക് പിറകിലുള്ള അടിത്തറ, ഫൗണ്ടേഷൻ, മെയിൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നല്ല വിദ്യാഭ്യാസമുള്ള ഒരു തലമുറയാണ്, നല്ല വിദ്യാഭ്യാസമുള്ള ജനതയാണ് ഒരു രാജ്യത്തിന്റെ എല്ലാ വളർച്ചയ്ക്കുമുള്ള ഒരു ഏറ്റവും ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്, അടിത്തറ എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ആ വിദ്യാഭ്യാസത്തെ മറന്നുകൊണ്ട് മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള പരിപാടികളായിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്തു? സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം പലപ്പോഴും പല ഘട്ടങ്ങളിലായിട്ട് ദി ഗവൺമെന്റ് അപ്പോയിന്റഡ് വേരിയസ് കമ്മീഷൻസ് ടു സ്റ്റഡി ഇന്ത്യൻ എഡ്യൂക്കേഷൻ ആൻഡ് ടു സബ്മിറ്റ് റെക്കമെൻഡേഷൻസ്. ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്തെ പറ്റി പിന്നെ പഠനങ്ങൾ നടത്താനും ആവശ്യമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ നിർദ്ദേശിക്കാനും വേണ്ടിയിട്ട് പലപ്പോഴായിട്ട് പല കമ്മീഷനുകളെ, വിദ്യാഭ്യാസ കമ്മീഷനുകളെ നമ്മുടെ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു 2-3 കമ്മീഷൻസ്, ഒരു 3 കമ്മീഷൻസ് ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഡീറ്റെയിൽസ് ഓഫ് ദം ആർ ഗിവൺ ബിലോ. അതിനർത്ഥം നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ആകെ 3 കമ്മീഷൻ മാത്രമാണ് വിദ്യാഭ്യാസ രംഗത്ത് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നല്ല അതിന്റെ അർത്ഥം. ആദ്യത്തെ 3 മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. അതിന് ശേഷവും കമ്മീഷനുകൾ ഉണ്ടായിട്ടുണ്ട്, പല റെക്കമെൻഡേഷൻസും സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പല മാറ്റങ്ങളും വിദ്യാഭ്യാസ രംഗത്ത് വന്നിട്ടുമുണ്ട്. ഓക്കെ, അപ്പൊ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കാം, രാധാകൃഷ്ണൻ കമ്മീഷൻ, അതേപോലെ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ. ഓക്കെ, അപ്പോ രാധാകൃഷ്ണൻ കമ്മീഷൻ 1948 അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു സ്റ്റഡി യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ. ടു സ്റ്റഡി യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ, അതായത് അതിന്റെ അർത്ഥം എന്താ? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട, സർവകലാശാല വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങളാണ് ഈ രാധാകൃഷ്ണൻ കമ്മീഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അത് മുന്നോട്ട് വെച്ച റെക്കമെൻഡേഷൻസ് ഇവിടെ വലതുഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 3 റെക്കമെൻഡേഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന്, സ്റ്റാർട്ട് പ്രൊഫഷണൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് തൊഴിലധിഷ്ഠിത വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങണം. അതാണ് ഒരു റെക്കമെൻഡേഷൻ. മറ്റൊന്ന്, ഗിവ് എംഫസിസ് ടു വിമൻ എഡ്യൂക്കേഷൻ, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം. മറ്റൊന്ന്, UGC ഫോം ചെയ്യണം, ഫോം ദി യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ. UGC ഫോം ചെയ്യണം, അതായത് കോളേജുകളുടെ, യൂണിവേഴ്സിറ്റികളുടെ ഒക്കെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന UGC എന്ത് ചെയ്യണം? ഫോം ചെയ്യണം. ഇങ്ങനെയുള്ള 3 നിർദ്ദേശങ്ങളാണ് പ്രധാനമായിട്ടും രാധാകൃഷ്ണൻ കമ്മീഷൻ 1948 രാധാകൃഷ്ണൻ കമ്മീഷൻ മുന്നോട്ട് വെച്ചത്. ശ്രദ്ധിക്കണം, ഈ വർഷവും ഇമ്പോർട്ടന്റ് ആണ്, ഓരോ കമ്മീഷന്റെയും വർഷവും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്നും അറിയപ്പെടുന്ന ഒരു കമ്മീഷനാണ് ഇത് രാധാകൃഷ്ണൻ കമ്മീഷൻ. അപ്പൊ അതിന്റെ ഒബ്ജക്റ്റീവ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട പഠനമാണ്. ഈ പറയുന്ന 3 നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചത്. മറ്റൊരു കമ്മീഷൻ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനാണ് 1952. ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ 1952. ലക്ഷ്യം ടു സ്റ്റഡി സെക്കൻഡറി എഡ്യൂക്കേഷൻ, ടു സ്റ്റഡി അബൌട്ട് സെക്കൻഡറി എഡ്യൂക്കേഷൻ. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനത്തിനായി നിയമിക്കപ്പെട്ട കമ്മീഷനാണ് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. സെക്കൻഡറി വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ 9ാം ക്ലാസ് 10ാം ക്ലാസ് ഒക്കെ വരുന്ന ആ ഒരു സെക്കൻഡറി വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള പഠനത്തിന് വേണ്ടി നിയമിക്കപ്പെട്ട കമ്മീഷൻ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ 1952. അത് മുന്നോട്ട് വെച്ച റെക്കമെൻഡേഷൻസ്, ഇംപ്ലിമെന്റ് 3 ലാംഗ്വേജ് ഫോർമുല. 3 ലാംഗ്വേജ് ഫോർമുല മുന്നോട്ട് വെച്ചു. ത്രിഭാഷാ പദ്ധതി. ഏതാ ത്രിഭാഷാ പദ്ധതി? ഗ്ലോബൽ ലാംഗ്വേജ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ലാംഗ്വേജ് എന്ന രൂപത്തിൽ ഇംഗ്ലീഷ്, അതേപോലെ നാഷണൽ ലാംഗ്വേജ് എന്ന രൂപത്തിൽ ഹിന്ദി, അതേപോലെ മദർ ടങ്, നമ്മളെ സംബന്ധിച്ച് മലയാളം, അപ്പോൾ തമിഴ്നാട്ടുകാരെ സംബന്ധിച്ച് തമിഴ്. അപ്പോൾ മാതൃഭാഷ, ദേശീയ ഭാഷ, അതേപോലെ അന്താരാഷ്ട്ര ഭാഷ, ആഗോള ഭാഷ, ഇങ്ങനെയുള്ള ഒരു 3 ലാംഗ്വേജ് ഫോർമുല സജസ്റ്റ് ചെയ്തു. അതേപോലെ ഫോം സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ, അതായത് സെക്കൻഡറി തലത്തിൽ ഒരു പ്രത്യേക വിദ്യാഭ്യാസ കമ്മീഷൻ നിയമിക്കണമെന്ന് ശുപാർശ ചെയ്തു. എസ്റ്റാബ്ലിഷ് മൾട്ടിപർപ്പസ് സ്കൂൾസ്, വിവിധോദ്ദേശ്യ സ്കൂളുകൾ സ്ഥാപിക്കണം. മൾട്ടിപർപ്പസ് സ്കൂളുകൾ, കുട്ടികളുടെ വിവിധങ്ങളായിട്ടുള്ള കഴിവുകളെ പരിപോഷിപ്പിക്കുന്ന മൾട്ടിപർപ്പസ് സ്കൂളുകൾ സ്ഥാപിക്കണമെന്ന് നിർദ്ദേശിച്ചു. അതേപോലെ ഫോം എ കൗൺസിൽ ഫോർ ടീച്ചർ ട്രെയിനിങ്, പിന്നെ അധ്യാപകരുടെ പരിശീലനത്തിന് വേണ്ടിയിട്ട് സമിതികൾ ഉണ്ടാക്കുക, അധ്യാപക പരിശീലന സമിതികൾ രൂപീകരിക്കണം. കൗൺസിൽ ഫോർ ടീച്ചർ ട്രെയിനിങ്, ടീച്ചേഴ്സിന്റെ ട്രെയിനിങ്ങിന് വേണ്ടി പ്രത്യേക കൗൺസിലുകൾ, സമിതികൾ രൂപീകരിക്കണം എന്നും അദ്ദേഹം നിർദ്ദേശിച്ചു.
ഓക്കെ, ഇനി മൂന്നാമത്തെ കമ്മീഷൻ കോത്താരി കമ്മീഷൻ ആണ്. നമ്മൾ നേരത്തെ മുകളിൽ പറഞ്ഞിട്ടുള്ള ഒരു പേരുണ്ടല്ലോ, ഡോക്ടർ DS കോത്താരി. അപ്പോൾ ഡോക്ടർ DS കോത്താരി കമ്മീഷൻ 1964. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ഈ കമ്മീഷന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ടു പ്രപ്പോസ് എ നാഷണൽ പാറ്റേൺ ഓഫ് എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസത്തിന്റെ ഒരു ദേശീയ മാതൃകയെ പറ്റി നിർദ്ദേശിക്കാൻ വേണ്ടിയിട്ടാണ് കോത്താരി കമ്മീഷൻ നിയമിച്ചത്. ഓക്കെ, നമ്മുടെ രാജ്യം മുഴുവൻ ബാധകമാവുന്ന ഒരു നാഷണൽ പാറ്റേൺ ഓഫ് എഡ്യൂക്കേഷൻ, ദേശീയ വിദ്യാഭ്യാസ മാതൃക തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്മീഷനെ നിയമിച്ചത്. ഈ കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ള 3 നിർദ്ദേശങ്ങൾ: ഒന്ന്, ഇംപ്ലിമെന്റ് 10+2+3 പാറ്റേൺ ഓഫ് എഡ്യൂക്കേഷൻ. 10ാം ക്ലാസ്, +2, ഡിഗ്രി, ആ രൂപത്തിലുള്ള 10+2+3, 10 വരെ, 1 മുതൽ 10 വരെ, പിന്നെ +1 +2, പിന്നീട് ഡിഗ്രി, അങ്ങനെയുള്ള 10+2+3 പാറ്റേൺ മുന്നോട്ട് വെച്ചു. അതേപോലെ സ്റ്റാർട്ട് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ അറ്റ് സെക്കൻഡറി ലെവൽ. സെക്കൻഡറി തലത്തിൽ എന്ത് ചെയ്യുക? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ നിർദ്ദേശിച്ചു. ഓക്കെ, പഠിക്കുന്നതിന്റെ കൂടെ നമ്മൾ +2, +1, +2 നമ്മൾ VHSE നമ്മൾ കേട്ടിട്ടുണ്ട്, അതിന്റെ ഭാഗമായിട്ടുള്ള VHSE കേട്ടിട്ടുണ്ട്. അതേപോലെ സെക്കൻഡറി തലത്തിൽ തന്നെ എന്ത് ചെയ്യുക? ഇങ്ങനെയുള്ള തൊഴിലുകൾ പഠിപ്പിക്കുന്ന കാര്യം കൂടി സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം സെക്കൻഡറി ലെവലിൽ സ്റ്റാർട്ട് ചെയ്യുക എന്ന് നിർദ്ദേശിച്ചു. അതേപോലെ ഫോക്കസ് ഓൺ വാല്യൂ എഡ്യൂക്കേഷൻ. ഫോക്കസ് ഓൺ വാല്യൂ എഡ്യൂക്കേഷൻ, മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന് പറയും നമ്മൾ. ഫോക്കസ് ഓൺ വാല്യൂ എഡ്യൂക്കേഷൻ, ധാർമ്മിക വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ വാല്യൂ ബേസ്ഡ്, ഓക്കെ, വാല്യൂ ഓറിയന്റഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസത്തിന്, ധാർമ്മിക വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ മൂല്യ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക. അതായത് കുട്ടികൾക്ക് ഏതൊരു കണ്ടന്റ് പഠിപ്പിക്കുമ്പോഴും ആ പഠിപ്പിക്കുന്ന കണ്ടന്റിൽ നിന്നും കുട്ടികൾക്ക് നല്ല മൂല്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയണം. ആ രൂപത്തിലുള്ള സിലബസുകൾ ഫ്രെയിം ചെയ്യുക. ഓക്കെ, ആ രൂപത്തിൽ വാല്യൂ എഡ്യൂക്കേഷന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, മൂല്യ വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഇതൊക്കെയായിരുന്നു കോത്താരി കമ്മീഷൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ. ഓക്കെ, ദെൻ അപ്പൊ ഈ 3 കമ്മീഷനുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. രാധാകൃഷ്ണൻ കമ്മീഷൻ, ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ. ഓക്കെ, വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നു. National policy on education was formulated. National policy on education was formulated in 1986 with an objective to prepare India to face the challenges of the new millennium. അതായത് സമൂഹത്തിന്റെ പുതിയ വെല്ലുവിളികളെ ഒക്കെ നമുക്ക് നേരിടാൻ പറ്റുന്ന രൂപത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് നിർദ്ദേശിച്ചിട്ടുള്ള ഒന്നാണ് 1986ലെ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ. ഓക്കെ, 1986 വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1986ലെ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ, ദേശീയ വിദ്യാഭ്യാസ നയം. ഈ ദേശീയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വെച്ച ചില റെക്കമെൻഡേഷൻസ് ഉണ്ട്. നാഷണൽ പോളിസി ഓൺ ഇവിടെ അത്രയോ പഠിക്കേണ്ടതുള്ളൂ, ഈ മാർക്ക് ചെയ്ത കാര്യം മാത്രം. 1986ലെ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ മുന്നോട്ട് വെച്ച ചില റെക്കമെൻഡേഷൻസ് ആണ്. ഒന്ന്, ഫോക്കസിംഗ് ഓൺ പ്രൈമറി ആൻഡ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. പ്രൈമറി എഡ്യൂക്കേഷനും കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ, പ്രാഥമിക വിദ്യാഭ്യാസത്തിനും തുടർ വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം കൊടുക്കുക. അതേപോലെ ലോഞ്ചിങ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പ്രോഗ്രാം. രണ്ടാമത്തെ നിർദ്ദേശമാണ് ലോഞ്ചിങ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പ്രോഗ്രാം. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി മുന്നോട്ട് വെച്ചു. എന്താണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുമ്പോൾ? ബ്ലാക്ക് ബോർഡ് നമുക്കറിയാം, സ്കൂളുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ബ്ലാക്ക് ബോർഡ്. അപ്പോൾ ഈ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ആ പ്രൊജക്ടിന്റെ പേരാണ്, ഒരു പദ്ധതിയുടെ പേരാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ 2 കാര്യങ്ങളാണ്. ടു യൂണിവേഴ്സലൈസ് പ്രൈമറി എഡ്യൂക്കേഷൻ. പ്രൈമറി എഡ്യൂക്കേഷൻ അഥവാ പ്രാഥമിക വിദ്യാഭ്യാസം സാർവത്രികമാക്കുക, എല്ലാവരിലേക്കും എത്തിക്കുക. ആൻഡ് ടു ഇംപ്രൂവ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഇൻ സ്കൂൾസ്. സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ, ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. ഇത് രണ്ടുമാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ 1986ലെ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ മുന്നോട്ട് വെച്ച ഒരു റെക്കമെൻഡേഷൻ ആണ് ടു ലോഞ്ച് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പ്രോഗ്രാം. ആ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം ഈ 2 കാര്യങ്ങളാണ്. ടു യൂണിവേഴ്സലൈസ് പ്രൈമറി എഡ്യൂക്കേഷൻ, ടു ഇംപ്രൂവ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഇൻ സ്കൂൾസ്. ഓക്കെ, ദെൻ മൂന്നാമത്തെ സജഷൻ, സ്റ്റാർട്ടിംഗ് നവോദയ വിദ്യാലയാസ് ഇൻ എവറി ഡിസ്ട്രിക്ട്സ്. എല്ലാ ജില്ലകളിലും നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക. ഓക്കെ, നവോദയ വിദ്യാലയങ്ങൾ എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കും നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ആ ഒരു ഉദ്ദേശത്തോടു കൂടി സ്ഥാപിച്ചതാണ് നവോദയ വിദ്യാലയങ്ങൾ. അപ്പൊ എല്ലാ ജില്ലകളിലും നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക. എൻകറേജിങ് ഗേൾസ് എഡ്യൂക്കേഷൻ. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുക, പ്രോത്സാഹനം നൽകുക. ഓക്കെ, ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളാണ് 1986ലെ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 പോയിന്റ്സ് ആണ്. ഇവിടെ എക്സ്ട്രാ റീഡിങ്ങിന്റെ ഒരു ബോക്സ് കാണാം. മൗലാന അബ്ദുൽ കലാം ആസാദ്.
അദ്ദേഹത്തിന്റെ പേര് നമ്മൾ തീർച്ചയായിട്ടും വിദ്യാഭ്യാസം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് നമ്മൾ പറയണം. കാരണം ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 11 നമ്മൾ എന്ത് ചെയ്യുന്നു? ഒബ്സർവ്ഡ് ആസ് നാഷണൽ എഡ്യൂക്കേഷൻ ഡേ, ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നു. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരും കൂടി ഒന്ന് ഇവിടെ പറയാം. ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇന്ത്യ വിൻസ് ഫ്രീഡം അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണ്. എക്സ്ട്രാ റീഡിംഗ് ആണ്, കൂടുതൽ അതിനെ പറ്റി പറയുന്നില്ല. ഓക്കെ, അപ്പോൾ വിദ്യാഭ്യാസ രംഗത്തെ രണ്ട് കാര്യങ്ങൾ കൂടി നമ്മൾ പറയാൻ പോവാണ്. ന്യൂ പോളിസി ഓൺ എഡ്യൂക്കേഷൻ പേവ്ഡ് ദി വേ ഫോർ റിമാർക്കബിൾ ചേഞ്ചസ് ഇൻ എഡ്യൂക്കേഷൻ. ഇൻ 2009, Government of India enacted a law by which education became a fundamental right. 2009 നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ഒരു നിയമം പാസാക്കി, ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. ആ നിയമം ഏതാ? 2009 RTE ആക്ട് ആണ്. RTE ആക്ട് 2009. RTE എന്ന് പറയുമ്പോൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ആണ്. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ ഒരു നിയമമാണ് RTE ആക്ട് 2009. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്തെ ഓരോരോ പുരോഗതിയിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പോയിന്റ് ആണ് 2009 RTE ആക്ട്. ഓക്കെ, ദെൻ ഏറ്റവും അവസാനത്തെ ഒരു കാര്യം പറയുന്നു, സർവശിക്ഷാ അഭിയാൻ SSA, അതേപോലെ രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ RMSA. ജിയോഗ്രഫി പഠിക്കാനുണ്ട്, ജിയോഗ്രഫിയിൽ പഠിക്കാനുണ്ട് SSA, RMSA. ഇത് രണ്ടും നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത രണ്ട് വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവന്ന രണ്ട് ആശയങ്ങളാണ്, രണ്ട് സ്കീമുകളാണ്. ഇത് രണ്ടും കൂടി മെർജ് ചെയ്ത് 2018 നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്തു? സമഗ്ര ശിക്ഷാ അഭിയാൻ. അതും SSA എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് കേട്ടോ. സോ സർവശിക്ഷാ അഭിയാൻ, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തുകൊണ്ട് മെർജ് ചെയ്തുകൊണ്ട് 2018 അത് 2018 മുതൽ അത് അറിയപ്പെടുന്ന ഏത് പേരിലാണ്? സമഗ്ര ശിക്ഷാ അഭിയാൻ എന്നാണ്. ഇതൊക്കെ വിദ്യാഭ്യാസ രംഗത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള വിവിധ പദ്ധതികളാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ബാക്കി കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ കുറച്ച് കാര്യങ്ങൾ കൂടി അവശേഷിക്കുന്നുള്ളൂ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, സോ താങ്ക് യു.